പറഞ്ഞു പറ്റിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു, വീണ്ടും സർവീസിൽ കയറാനുള്ള ശ്രമത്തിലാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനാൽ വഞ്ചിക്കപ്പെട്ട ഒരു വീട്ടമ്മ പത്രസമ്മേളനം നടത്തുകയാണ്. തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തു തങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവർ ലോൺ എടുപ്പിച്ചു. അവരുടെ ഭർത്താവിനെ കൊണ്ട് PWDയുടെ AE ആയിരുന്ന അവരുടെ ഭർത്താവിനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ആ തുക മുഴുവൻ അവർ അടിച്ചു മാറ്റി. ആ വസ്തു വെച്ച് അവർ ലോൺ എടുത്തു. ഇപ്പോൾ ആ ലോൺ അടയ്ക്കേണ്ട ബാധ്യതയും 2 മക്കളുടെ അമ്മയുമായ ഈ അമ്മയ്ക്ക് കയറി കിടക്കാൻ ഇടമില്ലാതായിരിക്കുന്നു. ചതിയിൽ അകപ്പെട്ട ആ അമ്മയുടെ വാക്കുകളാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് 2014 എൻ്റെ വീടും വസ്തുവും വിൽക്കാനായിട്ട് ഞങ്ങൾ ഒരു പത്രത്തിൽ പരസ്യം ചെയ്തു. ആ പരസ്യം ചെയ്തതനുസരിച്ച് ഒത്തിരി പേര് വസ്തു കാണാൻ വന്നു. 1 കോടി രൂപയോളം വിലയുള്ളൊരു വസ്തുവാണ്. അത് കാണാൻ 15.4 സെൻറ്റും വീടുമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള വസ്തുവും വീടുമായിരുന്നു. അത് അവസാനം വിൽക്കാനായിട്ട് ഇട്ടു. പത്രപരസ്യം കണ്ടു വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൽ 2 കക്ഷികൾ വന്നിട്ട്, അരവിന്ദ് രതീഷ് എന്നാണ് പേര്, പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കിതൊന്നും അറിയില്ല. അരവിന്ദ് രതീഷ് എന്നുള്ള 2 കക്ഷികൾ വന്നിട്ട്, നിങ്ങൾ ഈ വീടും വസ്തുവും വിൽക്കേണ്ട, റോഡ് സൈഡിലിരിക്കുന്ന വീടല്ലേ, നിങ്ങൾക്ക് ഒരു ലോൺ എടുത്തു തരാം 15 ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ ഭർത്താവിനെയും പറ്റിച്ചു. കാരണം ഒത്തിരി ദിവസം അവർ വീണ്ടും വന്നു. ഞങ്ങൾ ഒത്തിരി പേര് വീടും വസ്തുവും കാണാൻ വരികയും ചെയ്തു. ആ വസ്തുവിന് വീടിന് 60 ലക്ഷം രൂപ വരെ പറഞ്ഞ വീടും വസ്തുവാണ്. എന്നിട്ട് ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം ഞങ്ങൾക്ക് 2 മക്കളാണ്. മക്കൾ പഠിക്കുന്നേ ഉള്ളായിരുന്നു. ഇപ്പം ഒരു മൂത്ത മോന് 18 വയസ്സും കൊച്ചു മോന് 16 വയസ്സേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ പറ്റിച്ചു. എൻ്റെ ഭർത്താവ് ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. കിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. തലയ്ക്ക് ക്ഷതമായിട്ട് സർജറിയും കഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇത് പറ്റി. ഞങ്ങൾക്ക് ഒത്തിരി കടം ഉണ്ടായിരുന്നു. ഒരു 12 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കക്ഷികൾ വന്ന് ഞങ്ങൾ നിരന്തരം അവിടെ വന്നതനുസരിച്ച്, നിങ്ങൾ കൊടുക്കേണ്ട സാറേ, ഞങ്ങൾ ഇതിന് ലോൺ എടുത്തു തരാം 15 ദിവസം കൊണ്ടെന്ന്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ വീട് ഇനി നഷ്ടപ്പെടൂലല്ലോ. ചെറിയൊരു ലോണ് കിട്ടിയ അദ്ദേഹത്തിന് പെൻഷനുമായി. ഈ ആക്സിഡന്റിന് ശേഷം അദ്ദേഹം പെൻഷനായി. ആ PWD AE ആയിരുന്നു, റിട്ടയർഡ് ആയ ആളാണ്, PWD AE. അപ്പം നിങ്ങൾ, എനിക്ക് അത്രയ്ക്ക് സഹിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഒരു മാധ്യമങ്ങളെ മുമ്പ് എനിക്ക് വരാൻ അറിയില്ല, എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. സഹി കെട്ട് ഞാൻ വന്നതാണ്. എനിക്ക് ഈ വീടും വസ്തുവും എനിക്ക് തിരിച്ച് കിട്ടണം. ഈ പോലീസുകാരൻ അവൻ്റെ ഭാര്യയുടെ പേര് ചിത്ര എന്നാണ്, പോലീസുകാരൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. അവൻ്റെ പേരിലാക്കി അവൻ ലോൺ എടുത്ത് റെപ്കോ ബാങ്കിൽ 39 ലക്ഷം രൂപ ലോൺ എടുത്തു. ഞങ്ങൾക്ക് കിട്ടിയത് വെറും 6 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് ബാക്കി മൊത്തം പൈസ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പ്രമാണം ചെയ്യിപ്പിച്ചു. അവൻ്റെ ഭാര്യയുടെ പേരിലാക്കി കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് നോർമൽ അല്ല, കാരണം അദ്ദേഹത്തിന് ചെവി കേട്ടൂടാ, കണ്ണ് കാഴ്ചയില്ല. ഈ ആക്സിഡന്റിന് ശേഷം ആ മനുഷ്യനെ കൊണ്ടുപോയി പീഡിപ്പിച്ചില്ലെന്നുള്ള ആ രീതിയിൽ ചെയ്ത് ഒരു വണ്ടി കയറ്റി എടുത്തുകൊണ്ട് പോയി ആക്സിസ് ബാങ്കിൽ കൊണ്ടുപോയി, ഈ കവടിയാർ ബ്രാഞ്ചിൽ കൊണ്ടുപോയി ചെക്ക് ലീഫ് അക്കൗണ്ട് തുടങ്ങി ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ച ശേഷം ഈ ക്യാഷ് അവരെടുത്തു. ഈ ക്യാഷ് എടുത്ത് ഞങ്ങളിപ്പോൾ തെരുവിൽ, എൻ്റെ ഭർത്താവ് മരിച്ചു. ഇതോടുകൂടി 3 അറ്റാക്ക് വന്നു അദ്ദേഹത്തിന്. 2 കാലും കൈയും സ്തംഭിച്ചു, കിഡ്നി പ്രോബ്ലമായി. എല്ലാം കൊണ്ടും അദ്ദേഹം മരിച്ച ശേഷം എനിക്ക് പെൻഷൻ വാങ്ങാൻ നിവർത്തിയില്ല. ഈ പെൻഷൻ ബുക്കും ഈ മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്തായി പോയി. റെപ്കോ ബാങ്ക് ഞങ്ങളെ ഇറക്കി വിട്ടു. തെരുവിലാണ് ഞങ്ങളിപ്പോൾ. അങ്ങനെ ആ സ്ഥിതിയിലിരിക്കുന്ന ഞങ്ങൾ പെൻഷൻ ബുക്കോ മറ്റ് ഡോക്യുമെന്റ്സോ എൻ്റെ മക്കളുടെ സർട്ടിഫിക്കറ്റോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അന്ന് തൊട്ട് റെപ്കോ ബാങ്കിനെ ഞങ്ങൾ സമീപിച്ചിട്ട് ഞങ്ങൾക്കത് ഇതുവരെയ്ക്കും കിട്ടാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പെൻഷൻ ബുക്ക് ഉണ്ടാക്കി റെഡിയാക്കി വന്നപ്പം വീണ്ടും വർഷങ്ങളെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു AE ആയിരുന്ന ആളിന് കിട്ടിയതാണ് 13,929 രൂപ പെൻഷൻ. പിന്നെയും പ്രശ്നങ്ങളായി. എനിക്ക് സങ്കടം, ഇത്ര അല്ലല്ലോ എന്ന് വിചാരിച്ച് പലരും വാക്ക് കേട്ടുകൊണ്ട് വീണ്ടും പല സ്ഥലത്ത് ഞാൻ പോയി. ഇത് അത്രയും ഞാൻ കടം മറിച്ച് പോയതാണ്. സഹിയായിട്ട് എനിക്ക് 1 രൂപ എടുക്കാനില്ലാതെ ഞാൻ കടന്ന് ആഹാരത്തിന് വരെ ഞാൻ തെണ്ടിപ്പോയി. ഈ ക്രൂഷ്യൽ ജന്തുക്കൾ ചെയ്തതാണ് ഞങ്ങളോട്. എന്നിട്ട് പെൻഷൻ അലോട്ടായി വന്നപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പെൻഷൻ ലോൺ എടുത്താണ് എൻ്റെ ഹസ്ബൻഡിനെ ചികിത്സിക്കാൻ പോയത്. 7 ലക്ഷം രൂപ ലോൺ എടുത്ത് ചികിത്സിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. 2023 അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഞാൻ ഇത്രയും കാലമായിട്ട് എനിക്ക് പെൻഷൻ വാങ്ങിച്ച് ഒരു ആഹാരം കഴിക്കാക്കൂല. എനിക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ട്, ഇപ്പം എന്താ എനിക്ക് ഹാർട്ട് പ്രോബ്ലമായി. പിന്നെ എനിക്ക് RCCയിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലിരുന്നു. സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ വീട് സ്ഥലവും എനിക്ക് ആ പ്രമാണം റദ്ദ് ചെയ്ത് എൻ്റെ വീട് സ്ഥലവും എനിക്ക് എൻ്റെ മക്കളുടെ പേര് എഴുതി കിട്ടണം.
എനിക്ക് എൻ്റെ ഞാൻ യാചിക്കുകയാണ്, എനിക്കത് എഴുതി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് 2 കോടി രൂപ നഷ്ടപരിഹാരം ഇവർക്ക് തരണം. ഈ കക്ഷി ഇപ്പം ഇവൻ ഡിസ്മിസ്സായി, ഇപ്പൊ ജോലി കയറാനുള്ള ഇതിലാണ്. ആഭ്യന്തരമന്ത്രി കാണാതിരിക്കണം അവൻ എന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടുക. എനിക്ക് മറ്റവൻ്റെ ഒരു കാര്യം എനിക്ക് ഇനി അറിയണ്ട. എൻ്റെ വീട് സ്ഥലവും ഞാൻ യാചിക്കുകയാണ്. അത്ര ഗതികെട്ട് ഞാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതെനിക്ക് തന്നില്ല, ആ വീട്ടിനകത്ത് ഞാനും എൻ്റെ മക്കളും കൂടെ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ എനിക്ക് കോടതി ആരും എന്നെ ശിക്ഷിക്കൂലല്ലോ, ഞങ്ങളെ ശിക്ഷിക്കാൻ പിന്നെ ആരും ഇല്ലല്ലോ. അത്ര ഗതികെട്ട് ഇനി എനിക്ക് സഹികെട്ടാണ് ഞാൻ പറയുന്നത്, സഹികെട്ട്. എന്നെ എൻ്റെ മക്കളെ ഉദ്ദേശിച്ചാണ് ഞാൻ പോകുന്നത്. എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ എന്നോട് മിണ്ടൂല, മറ്റു ആൾക്കാരും എന്നോട് സഹകരിക്കൂല. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത കണക്ക്. എൻ്റെ ഭർത്താവും പോയി, അദ്ദേഹത്തിൻ്റെ പെൻഷനായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം. അതില്ലാതാക്കിയല്ലോ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞാനും എൻ്റെ മക്കളും എന്ത് ചെയ്യണം? ഒരു ജോലിയില്ല. എൻ്റെ മൂത്ത മോൻ ഓപ്താൾമോളജി പഠിച്ച് അങ്ങനെ നിൽക്കുന്നു, അത് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അങ്ങനെ നിൽക്കുന്നു. രണ്ടാമത്തെ മോൻ ബികോം പാസ്സാക്കി പറ്റിയില്ല, അതിനിടയ്ക്ക് ജപ്തിയും പ്രശ്നങ്ങൾ വന്നു. റെപ്കോ ബാങ്ക് വലിയ പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിനെ എൻ്റെ വീട്ടിൻ്റെ നടയിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് വേറ്റിനാട് എന്നുള്ള സ്ഥലത്ത് ജംഗ്ഷനിൽ കൊണ്ടൊരു വലിയ ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ച് ഈ റെപ്കോ ബാങ്ക്. അത്രയും വാല്യൂഷൻ ഇല്ലാത്ത വസ്തുവിന് എത്ര ലക്ഷം രൂപ വാല്യൂഷൻ ഇട്ടിട്ടായിരിക്കും ഇവർ ഈ 40 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഞങ്ങളാരും ആ ബാങ്കിൻ്റെ ഞങ്ങളാരും കൂട്ടിയിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അലോട്ടാക്കി വരുത്തിയിട്ട് ഇവർ ഈ പൈസ മൊത്തം പിൻവലിച്ച് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെക്ക് ലീവ് ഒപ്പിടിച്ച് വാങ്ങിച്ചു. ഇത് ഇത്രയും ചെയ്തു. 12 പേര് ഇതിലുണ്ട്. എനിക്കൊന്നേ പറയുള്ളൂ, ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റു സ്വാധീനങ്ങളോ എനിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ബാധിക്കാൻ വന്നത്. അങ്ങനെ ഉദ്ദേശിച്ച് അല്ലാതെ എനിക്ക് നീതി വേണം. വനിതാ സംഘടന ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇതിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. എനിക്കിനി ജീവിക്കണമെന്ന് താല്പര്യമില്ല. പല അസുഖങ്ങളാണ് എനിക്ക്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എന്നെ രക്ഷിച്ചേ പറ്റി. എൻ്റെ വീടും വസ്തുവും, അല്ലെങ്കിൽ എനിക്ക് 2 കോടി രൂപ തന്നെ. എനിക്ക് എല്ലാം പറ്റില്ല. എൻ്റെ ഭർത്താവിനെ കൊന്നതാണ്. എൻ്റെ ഭർത്താവിനെ കൊന്നു. എൻ്റെ മക്കളെ വിദ്യാഭ്യാസം ഇല്ലാതാക്കി, എന്നെ രോഗിയാക്കി, എൻ്റെ വീട് സ്ഥലവും പറ്റിച്ച് എന്നെ ഇപ്പം ഞാൻ 10 ലക്ഷം രൂപ വരെ കടക്കായി ആയിരിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് പലരും തന്നു. ആ വ്യക്തികൾക്ക് എനിക്ക് പൈസ കൊടുക്കണം. എനിക്ക് ആ വ്യക്തികൾ പൈസ കൊടുത്തേ പറ്റൂ. ഇവൻ ഇങ്ങനെ പറ്റിച്ച് എല്ലാവരെയും പറ്റിക്കും പോലെ എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ വീടും വസ്തുവും വേണം. എനിക്ക് കിട്ടിയിട്ട് ഇനി ഞാൻ ഒരുത്തരം മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു മാധ്യമങ്ങളുടെ മുന്നേ പോയിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഗതികെട്ടാണ് ഞാൻ വന്നത്. എന്നെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി. എൻ്റെ വീട് സ്ഥലം, ഞാൻ ഇപ്പോൾ കഴിയുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. വലിയൊരു കുന്നിൻ്റെ മേളിൽ ടാർപ്പ കഴിയുമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ എന്ത് ചെയ്യണം. എൻ്റെ 2ാമത്തെ മോനെ നോക്കണം. എൻ്റെ അനിയത്തിയാണ്. എൻ്റെ മോയിൽ ഒരു ടെസ്റ്റ് എഴുതാൻ പോയിരിക്കണം എറണാകുളത്ത്. എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ഈ മന്ത്രിമാരാരെയും കഴിഞ്ഞ് അങ്ങനെയെങ്കിലും ചെയ്ത് എൻ്റെ വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്കിനി വേറെ എൻ്റെ ഒരു 8 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അതും ഞാൻ വക്കീലന്മാർക്ക് ഇപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞുള്ള വക്കീൽ അത്രയും എൻ്റെ 25, 50, 40 എല്ലാം വാങ്ങിച്ച് ആ വസ്തു ഇപ്പം ജപ്തിയിലിരിക്കുകയാണ്. ആ വസ്തു എൻ്റെ പേരിലുള്ള 8 സെൻറ്റ് ഇപ്പം ജപ്തിയിൽ അനന്തപുരം സർവീസ് സഹകരണ ബാങ്കിൽ. അത് അവരെ കുറ്റമല്ല, എൻ്റെ കുറ്റം കൊണ്ട് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ അതും കിട്ടി. എനിക്ക് എൻ്റെ വീടും വസ്തു എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ്. അവരിപ്പോൾ പറയണം എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ വാദി ജീവിച്ചിരിപ്പില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് എന്തുവന്നാകാം. തുച്ഛമായ എന്തെങ്കിലും തന്ന് ഒഴിവാക്കാനാണ് അവർ നോക്കുന്നത്. എനിക്ക് ഇതേ പറയുള്ളൂ. അവ ഇപ്പം ജോലി കയറട്ടെ. സന്തോഷമുള്ള കാര്യം. ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്ന PWE ആയിരുന്ന ഒരു ആളിൻ്റെ ഭാര്യയുടെ ഗതികേടാണ്. ഒരാളിൻ്റെ അദ്ദേഹത്തിനെ കൊന്നതാണ്. ഞാൻ പറയാം, അദ്ദേഹം എത്ര കാലം ജീവിച്ചത്? 40,000 രൂപ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് തുടങ്ങിയ ആളാണ്. ആ പെൻഷൻ പോരെ ഞങ്ങൾക്ക് ജീവിക്കാൻ? അതില്ലാതാക്കിയില്ലേ? ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല? അവരെന്തെല്ലാം പഠിക്കാൻ ആഗ്രഹിച്ച്. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. ഇത് എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാവരും ഇത് അറിയണം. എൻ്റെ അവസ്ഥ അറിയണം. ഇത്തരം ഉദ്യോഗസ്ഥരെ വെളിച്ചത്ത് കൊണ്ടുവരികയും ഇത്തരം അഴിമതിയും കൊള്ളയും നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തികളെയും
മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാർ മുഖം തിരിക്കാതെ ഇത്തരം കള്ളത്തരങ്ങൾക്ക് എതിരെ ശക്തമായി നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.